ഗേൾസ്, ഞാൻ ഈ ഉണ്ടാക്കുന്ന കണ്ടോ നിങ്ങൾ? അരിപ്പൊടിക്കകത്ത് ഇത് ചുമപ്പൊന്നുമല്ലേ. ഈ അടുക്കളയുടെ അപ്പുറത്തൊക്കെ ആണെങ്കിലേ കുറച്ച് വീട്ടുകാരുണ്ട്, അവരൊക്കെ ഈ നീല കളറും പച്ച കളറൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്കൊന്നൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് പോട്ടെ. വാവ്, ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെന്തായാലും അറിയാലോ, ഇതാണ് നമ്മുടെ നിലക്കടല. അതുകൂടെ തട്ടിയിടും. നിലക്കടലയും കൂടി ഇട്ടിട്ട് ഇതെന്തുവാണെന്നറിയാമോ? നമ്മളെ അരിപ്പൊടിയില്ലേ, നമ്മളെ റോസ് അരിയുടെ നാടൻ അരി. ആ അരി ഞാൻ കുതിർത്തിട്ട് പൊടിച്ചെടുത്തു. മിക്സിയിലിട്ട് പൊടിച്ച് ഭസ്മമാക്കിയിട്ട് കുറച്ച് നാടൻ മുരിങ്ങയില, നാടൻ മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞളിൻ്റെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി പെരിഞ്ജീരകം, പിന്നെ ഇച്ചിരി കൊച്ചു ജീരകം, നല്ല ജീരകം, അതൊക്കെ ഇട്ടിട്ട് കുറേ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കുക്കാക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റ് ചെയ്ത് കേട്ടോ. ഞാനിത് വിളമ്പിയിട്ട് കാണിക്കാവേ. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ, ഇതിനകത്ത് കപ്പലണ്ടി, ഇതിനകത്ത് നട്ട്സൊക്കെ ഇടാം. പക്ഷേ ഇതിൽ പിന്നെ നെയ്യോ വെളിച്ചെണ്ണയോ വേറുള്ള ഓയിൽസൊന്നും ഒഴിച്ചിട്ടില്ല. എനിക്ക് കഴിച്ചുകൂടാ, അതുകൊണ്ട് ഞാൻ തന്നെ കുക്കാക്കിയതാണ്. കപ്പലണ്ടിയൊക്കെ ഉണ്ട്. ഉപ്പുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, മുരിങ്ങയിലുണ്ട്. പിന്നെ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. നല്ല അങ്ങാടി കടയിലെ എള്ളില്ലേ, കറുത്ത എള്ള് മേടിച്ചിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പനങ്കൽക്കണ്ട് വിട്ട് പൊടിച്ച്, അതാണിത്. അപ്പോഴിതിനകത്ത് മധുരവും വരും, പുളിയും മധുരം വരും, എരി വരും, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച് കൂട്ടാം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അണ്ടിപ്പരിപ്പും ബദാംപരിപ്പൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് ഇടാം. പക്ഷേ ഈ എള്ളിട്ട് കപ്പലണ്ടി ഇടുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എണ്ണയും നെയ്യും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇച്ചിരി പശു നെയ്യാനും ചേർത്തിട്ടേ നിങ്ങൾ ചെയ്യുന്ന നല്ലതായിരിക്കും. എനിക്ക് പക്ഷേ ഉപയോഗിച്ചുകൂടാത് എണ്ണ, ഞാൻ കൊളസ്ട്രോൾ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അയ്യോ കഷ്ടമായി, ഇതിനകത്ത് ഇച്ചിരി ഉണക്കമുന്തിരിയും കൂടി ഇടേണ്ടി വരുന്നു. ഉണക്കമുന്തിരി ഇല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ മധുരം കിട്ടും. ഇത് പനങ്കൽക്കണ്ടും എള്ളും കൂടെ ചേർന്നതാണിത്. അപ്പോൾ ഇതിനകത്ത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒരുവിധമൊക്കെ. എനിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിതിട്ടത്. കൊച്ചു ജീരകവും നല്ല ജീരകവും മുരിങ്ങയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ കൊച്ചുള്ളി ഇട്ടില്ലേ, എനിക്ക് അതിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷേ അതിട്ടാൽ നല്ലതായിരിക്കും, ശരീരത്തിന് ഗുണം ചെയ്യും. കൊച്ചുള്ളി എന്ന് പറയുന്ന സ്മോൾ ഓണിയൻ നമ്മളെ ബ്ലഡ് കൂട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ.